നമസ്കാരം സർ. നമസ്തേ അഞ്ജന. രാജീവ് ചന്ദ്രശേഖർ മുഹമ്മദ് റിയാസിനെ പറ്റി ഈ അടുത്തിടെ പറഞ്ഞത് മഹാമണ്ടത്തരമാണ്. ബിജെപിയുടെ എല്ലാ നേതാക്കളും പൊട്ടത്തരമാണ് പറയുന്നത്. എന്താണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത്? അത് ഇത്രയും പൊട്ടന്മാർ ഒരു പാർട്ടിയിൽ ഉണ്ടാകുക എന്നത് മഹാത്ഭുതമാണ്. ആ മഹാത്ഭുതമാണ് കേരളത്തിലെ BJPയിൽ ഉള്ളത്. നമുക്കത് കുറെ ഇങ്ങനെ ലിസ്റ്റായിട്ട് നോക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP കേരളത്തിൽ കിങ് മേക്കർ ആകും എന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞയാളാണ് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു സീറ്റിൽ പോലും BJP വിജയിച്ചില്ല. നല്ല മത്സരം പോലും ഒരിടത്തും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ആ പാർട്ടിയുടെ ജനസ്വാധീനത്തെക്കുറിച്ചുള്ള ധാരണ ഒരു മണ്ടന്റെയാണെന്ന് മനസ്സിലാക്കാൻ വേറെ എന്ത് വേണം? തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെ സ്വന്തം നാട്ടിൽ തുടങ്ങിയ മറ്റൊരു മണ്ടനാണ് ഈ ശ്രീധരൻ. ഏതോ മെട്രോ ട്രെയിനിന്റെ നിർമ്മാണ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീധരന്റെ രാഷ്ട്രീയപരമായ അറിവ് തീരെ പരിമിതമായിരിക്കാം. എന്നാലും അതും ആദ്യത്തെ സ്ഥാനാർത്ഥം കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറക്കണമെങ്കിൽ അയാൾ നല്ല ഒന്നാന്തരം രാഷ്ട്രീയ മണ്ടനായിരിക്കണം. ഏതായാലും തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം രാഷ്ട്ര പുനർനിർമ്മാണ രംഗത്തൊന്നും ശ്രീധരൻ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടേയില്ല. പണ്ടൊരു കക്കൂസ് മന്ത്രി ഉണ്ടായിരുന്നു, അൽഫോൺസ് കണ്ണന്താനം. മോദി ഇത്ര കക്കൂസ് നിർമ്മിച്ചു എന്ന് വാദോരാതെ പറഞ്ഞ് നടന്ന അൽഫോൺസിനെ കാണുമ്പോൾ തന്നെ പലർക്കും കക്കൂസ് ഓർമ്മ വരുമായിരുന്നത്രേ. കോൺഗ്രസ് നേതാവായിരുന്ന ബെന്നി ബെഹനാന്റെ സന്മനസ്സുകൊണ്ട് ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും പിന്നെ PSC ചെയർമാനുമായ ആളാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. അതിന് രണ്ടിനും ഉള്ള അർഹത തനിക്കുണ്ടോ എന്ന് രാധാകൃഷ്ണൻ തന്നെ സ്വയം പരിശോധിക്കട്ടെ. ഏതായാലും വ്യക്തിപ്രഭാവം കൊണ്ടല്ല, ബെന്നി ബെഹനാനുമായുള്ള സൗഹൃദമാണ് രാധാകൃഷ്ണനെ വൈസ് ചാൻസലർ ആക്കുന്നത്. ഇക്കാര്യം രാധാകൃഷ്ണൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് പത്രങ്ങളോട്. കോൺഗ്രസിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടിയിട്ട് രാധാകൃഷ്ണൻ 2019 BJPയിൽ ചേർന്നതിന് കാരണമായി പറഞ്ഞത് ഇതാണ്: നരേന്ദ്രമോദിയുടെ നേതൃത്വ പാടവമാണ് എന്നെ BJPയിലേക്ക് ആകർഷിച്ചത്. വ്യക്തിപരമായ കഴിവുകൾ ഉള്ളവരെയാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുത്തേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, മോദി ഇന്ത്യയിൽ നിന്ന് അഴിമതി തുടച്ചു നീക്കി ഇന്ത്യയെ സാമ്പത്തികമായി ഭദ്രമായ നിലയിലെത്തിച്ചു. രാധാകൃഷ്ണൻ ഫിലോസഫിയാണ് പഠിച്ചത്. ശങ്കരന്റെ അദ്വൈതത്തിലാണ് PhD എടുത്തത്. അഴിമതിയും ഇല്ലായ്കയും ഒന്നായി കാണാൻ കഴിവുള്ള അദ്വൈതവാദിക്കല്ലാതെ മറ്റാർക്കാണ് നരേന്ദ്രമോദി അഴിമതിക്കാരനല്ല എന്ന് പറയാൻ കഴിയുക? രാഷ്ട്രീയം അറിയാത്തതൊരു കുറവല്ല, അജ്ഞത ഒരു തെറ്റുമല്ല. പക്ഷെ ആ കുറവ് അലങ്കാരമായി കാണുമ്പോഴാണ് അയാൾ മണ്ടനാണെന്ന് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ സ്റ്റേറ്റ്മെന്റിലൂടെ ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു സെൽഫ് ഗോൾ അടിച്ചു. രാധാകൃഷ്ണനെ വൈസ് ചാൻസലറും PSC ചെയർമാനും ആക്കിയത് കോൺഗ്രസ് പാർട്ടി കഴിവുള്ളവരെ കണ്ടെത്താനുള്ള കഴിവുള്ളതുകൊണ്ടാണോ, അതോ ബെന്നി ബെഹനാനും കൂട്ടർക്കും മണ്ടന്മാരെ തിരഞ്ഞുപിടിച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുത്തുകയായിരുന്നു? കഴിവുള്ളവരെയാണ് കോൺഗ്രസ് പാർട്ടി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചതെങ്കിൽ BJP കഴിവുള്ളവരെയാണ് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് താൻ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിന് എന്തർത്ഥം? ഇനി കോൺഗ്രസ് കഴിവുള്ളവരെ കണ്ടെത്താൻ കഴിവില്ലാത്ത പാർട്ടിയാണെങ്കിൽ ആ പാർട്ടി കഴിവില്ലാത്തവരെ കണ്ടെത്തിയതിൽ ഈ രാധാകൃഷ്ണൻ ഉൾപ്പെടില്ലേ? ഏറെ കഴിവുള്ളവരെയാണോ നമ്മൾ കഴിവേറി എന്ന് വിളിക്കുന്നത്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമം റദ്ദു ചെയ്ത സുപ്രീം കോടതി വിധിക്ക് ആസ്പദമായ കേസിലെ മൂന്നാം കക്ഷിയായിരുന്നു ശബരിമല തന്ത്രി. സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ ലോ ഓഫ് ദ ലാൻഡ് ആണെന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 വകുപ്പ് നിലനിൽക്കെ കേസിലെ മൂന്നാം കക്ഷിയായ തന്ത്രി കോടതി വിധി ലംഘിച്ചാൽ കോടതി അലക്ഷ്യമാകില്ല എന്ന നിയമോപദേശം കൊടുത്തയാളാണ് അന്നത്തെ BJP പ്രസിഡന്റും പിന്നെ ഗോവയിലെ ഗവർണറുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. കോടതി അലക്ഷ്യം എന്താണെന്ന് അഡ്വക്കേറ്റിന് അറിയാത്തത് വക്കീൽ മണ്ടനായതുകൊണ്ടാണോ? മണ്ടത്തരത്തിന് താൻ ആരുടെയും പിന്നിലല്ല എന്ന് പല പ്രാവശ്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ് പഴയ പട്ടാള കഥകൾ സിനിമയാക്കി മാറ്റുന്ന മൈനർ രവി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് 2 ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് മാത്യു സാമുവൽ എന്ന യൂട്യൂബർ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നത് ദേശസ്നേഹം ഇല്ലാത്തത് കൊണ്ടും
രാജ്യദ്രോഹി ആയതുകൊണ്ടും ആണെന്നും കാണിച്ച് മൈനർ രവി ഫേസ്ബുക്കിലൂടെ രാജ്യസ്നേഹം കാണിച്ചു. എന്നാൽ പിന്നീട് 2 അല്ല 5 വിമാനങ്ങൾ നഷ്ടമായെന്ന് വ്യക്തമായി. യുദ്ധത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ തകരില്ലെന്നും ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയില്ലെന്നും ഇന്ത്യൻ ഭൂമി ശത്രുക്കൾ കൈയടക്കുകയില്ലെന്നും ഒക്കെ കരുതുന്ന ഒരു റിട്ടയർഡ് പട്ടാള മണ്ടനാണ് മൈനർ രവി, ഇത്തവണ പാലക്കാട് സ്ഥാനാർത്ഥി. എന്നാൽ BJPയിലെ ഏറ്റവും ഗ്ലാമർ ഉള്ള മണ്ടൻ സുരേഷ് ഗോപി തന്നെ. തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ പ്രതിനിധി മാത്രമാണെന്നും ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടയാൾ മാത്രമാണെന്നും സുരേഷ് ഗോപിക്ക് അറിയില്ല. കിങ് സിനിമയിലെ കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് പറയുന്നതിനിടയ്ക്ക് പൊന്നുചാമിയിലെ ലാടമടിക്കുന്നയാളുടെ ഡയലോഗും ഇടയ്ക്കിടയ്ക്ക് കയറി വരും. എല്ലാം കൂടെ കുഴഞ്ഞ് ഷിറ്റായി സ്വന്തം തലയിൽ കൂടി വീഴുമ്പോഴും സുരേഷ് ഗോപി ആരോ തന്റെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു എന്ന് സന്തോഷിച്ചു നിൽക്കും. എയിംസ് തൃശ്ശൂരും കൊല്ലത്തും തന്നില്ലെങ്കിൽ, എയിംസിനായിട്ടുള്ള സ്ഥലം തന്നില്ലെങ്കിൽ ഞാൻ മദ്രാസിലേക്ക് കൊണ്ടുപോകും എന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പോലും അവകാശമില്ലാത്ത ഈ സഹമന്ത്രി പ്രഖ്യാപിക്കും. അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഭരചന്ദ്രൻ സ്റ്റൈലിൽ ഡോണ്ട് ഫൂൾ വിത്ത് മീ എന്ന് പറയും. ബിക്കോസ് യു ആർ എ ഫൂൾ എന്ന് ആരും മറുപടി പറയാത്തതാണ് അതിന് കാരണം. സ്വയം പൊട്ടനായി മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന ഒരു ഉഗ്രൻ സാധനമാണ് വി മുരളീധരൻ, മുൻ BJP സംസ്ഥാന പ്രസിഡന്റ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ പെട്രോളിന്റെ വില കൂടിയതിനെ കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ മുരളീധരൻ വളരെ ആലോചിച്ച് ചിന്തിച്ച് പറഞ്ഞ മറുപടി ഇതാണ്: അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിട്ടുണ്ട്, അതിനനുസൃതമായി ഇവിടെ വില ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്, വലിയ വർധന ഒന്നുമില്ല. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ വില കുറയുമ്പോൾ അതിന്റെ ഒരു അംശമാണ് ഇവിടെ കൂടുന്നത്, അല്ലാതെ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിന്റെ അത്രയും തന്നെ ഇവിടെ കൂട്ടുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. വില ചെറുതായിട്ടൊന്ന് കൂടുന്നു, പക്ഷേ ടോട്ടൽ വില കൂടുന്നില്ല. വാസ്തവത്തിൽ ഇതിനെ പൊട്ടത്തരങ്ങളുടെ മാലപ്പടക്കം എന്നല്ലാതെ എന്ത് പറയാനായിട്ടാണ്? മേയർ VV രാജേഷ് കറകളഞ്ഞ പൊട്ടനാണ്. ആ പൊട്ടത്തിന് ടെലിവിഷൻ ചർച്ച കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ അതിന്റെ അഹങ്കാരമോ ഉൾക്കാഴ്ചയോ രാജേഷിനില്ല. അതുകൊണ്ട് കേരളത്തിൽ ക്രോസ് ജെൻഡർ മെസ്സാജ് നിർത്തുമെന്ന് തിരുവനന്തപുരം മേയർ രാജേഷ് പ്രഖ്യാപിച്ചു കളയും. ക്രോസ് ജെൻഡർ മെസ്സാജിങ്ങിൽ നിയമവിരുദ്ധത ഒന്നുമില്ല എന്നും കോർപ്പറേഷന്റെ പ്രധാന പണി മാലിന്യം മാറ്റുകയാണെന്നുമുള്ള അടിസ്ഥാന കാര്യങ്ങൾ രാജേഷിന് മനസ്സിലാകാത്തത് അദ്ദേഹം കറ കളഞ്ഞ ഒരു പൊട്ടനായതുകൊണ്ടാണ്. ഇതൊക്കെയാണെങ്കിലും പൊട്ടന്മാരിൽ വെച്ച് ഏറ്റവും കേമൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. പ്രസിഡന്റ് വാ തുറന്നാൽ അണികൾക്ക് ഭയമാണ്. എത്ര ട്രോളുകളാണോ ഇനി വരാനിരിക്കുന്നത്? പ്രസിഡന്റ് നേരാമണ്ണം മലയാളം അറിയില്ല എന്ന സത്യം ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് മലയാളവും അറിയാം, മുണ്ട് മടക്കാനും മുണ്ടി മടക്കി കുത്താനും അറിയാം എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ കാണിച്ച ശുഷ്കാന്തിയാണ് കേരളം കണ്ടത്. കേരളത്തിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണെന്നും അതിവിടുത്തെ ആരോഗ്യ മേഖലയുടെ നേട്ടമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിന് മുണ്ട് മടക്കി കുത്തി ശുഷ്കാന്തി കാണിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നേരിട്ടത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയാനുള്ള കാരണം കേരളത്തിലെ യുവാക്കൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്യുന്നത് കൊണ്ടാണെന്നും അവർക്ക് ഭാര്യമാരോടൊപ്പം സമയം ചിലവഴിക്കാൻ കിട്ടുന്നില്ല എന്നും ഇതൊക്കെ തമ്മിൽ കോറിലേഷനും ഉണ്ടെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം വിളിച്ചുകൂടി പറഞ്ഞത്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന കണക്കാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 37നും 50നും ഇടയ്ക്കാണ്. ഇന്ത്യയുടെ ശരാശരി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 25ആണ്. കേരളത്തിൽ അത് 4ആണ്. ഇതിനെക്കുറിച്ചാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. പക്ഷെ BJP പ്രസിഡന്റ് ബർത്ത് റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല, ഭർത്താവ് വെളിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നാട്ടിലെ സ്ത്രീകൾ പ്രസവിക്കില്ല എന്നൊക്കെ ഒരുമാതിരി ഉള്ള മണ്ടന്മാർക്ക് പറയാൻ കഴിയും. മണ്ഡപുരാണത്തിൽ ഒടുവിലത്തേതാണ് ദേശീയപാത ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് BJP പ്രസിഡന്റ് നടത്തിയ അഭിപ്രായ പ്രകടനം. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഫംഗ്ഷനിലേക്ക് കേരള PWD മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല, മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. അതിനെതിരെ വിമർശനമുണ്ടായപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയെ വിളിച്ചു, ഇനി മരുമകനെയും കുടുംബത്തെയും വിളിക്കണമോ? പിണറായി വിജയന്റെ മരുമകൻ റിയാസിനെ വിളിച്ചില്ല എന്നല്ല വിമർശനം, കേരളത്തിലെ PWD മിനിസ്റ്ററെ വിളിച്ചില്ല എന്നാണ്.
ഇതൊന്നും മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിവില്ലേ? മാത്രമല്ല, ആ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചത് അയാൾ ആരുടെ മരുമകനായതുകൊണ്ടാണ്? ഒരു ഗവൺമെന്റ് ഫംഗ്ഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ത് കാര്യം? അതും നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത പാർട്ടിയുടെ പ്രസിഡന്റിന്. എന്തുകൊണ്ട് ആ ചടങ്ങിലേക്ക് എം വി ഗോവിന്ദനെയും സണ്ണി ജോസഫിനെയും ബിനോയ് വിശ്വത്തെയും PC ചാക്കോയെയും ജോസ് കെ മാണിയെയും സിദ്ദിഖ് ശിഹാബ് തങ്ങളെയും PJ ജോസഫിനെയും ക്ഷണിച്ചില്ല? അവരൊക്കെ രാജീവ് ചന്ദ്രശേഖരെ പോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളല്ലേ? മാത്രമല്ല, അവർക്കൊക്കെ കേരള നിയമസഭയിൽ ജനപ്രതിനിധികളുണ്ട്. രാജീവ് ചന്ദ്രശേഖരനോ? പഴയൊരു സിനിമയിൽ സുകുമാരി പറയുന്ന ഡയലോഗ് ഓർമ്മ വരുന്നു: അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു.